എൻ്റെ ഒരു പെസഹ ദിവസം എങ്ങനെയുണ്ടെന്നാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റു, ഷിഫ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും ഇതുപോലെ ബ്ലൂബെറിയും പഴവും നട്ട്സും ഹണിയൊക്കെ ഒഴിച്ച് നമ്മൾ വേഗം തന്നെ പാലൊക്കെ ഇട്ടൊരു സ്മൂത്തി അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്മൂത്തിയാണ് നമ്മൾ രാവിലെ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. അപ്പം യൂഷ്വലി ഡ്രാഗൺ ഫ്രൂട്ട് അധികം ആർക്കും ഇഷ്ടമല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വൈറ്റിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്, സ്മൂത്തി ആയിട്ട് അടിച്ച് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഷിഫ്റ്റിന് ഇറങ്ങുവാണേ. അപ്പോൾ ഷിഫ്റ്റിന് നമ്മൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. കുറേ അലമ്പായിട്ട് കിടക്കുകയാണ്, നമുക്കത് അടുക്കി പെറുക്കാനുണ്ട്. അതിനിടയിൽ എനിക്ക് വേറെ ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്. ബിസിനസ് അല്ല കേട്ടോ, നമ്മൾക്ക് ഒത്തിരി വെള്ളം ഇതുപോലെ ബോട്ടിൽസ് നമ്മൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനിതുപോലെ തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ നാട്ടിലെ പോലെയൊക്കെ തന്നെ. അത് കഴിഞ്ഞ് നമ്മളിതേ പോവുകയാണ്. അപ്പം ലൈക്ക് ടൗൺസ്വില്ലിൻ്റെ, അതായത് ഓസ്ട്രേലിയയുടെയും ടൗൺസ്വില്ലിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പച്ചപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകാശമൊക്കെ ആണെങ്കിലും ഭയങ്കര ക്ലിയറാണ്, ഭയങ്കര രസമാണ് നമുക്ക് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്ട്രക്ചറും ഒരു രീതിയല്ല ഇവിടെ. ഭയങ്കര തെളിഞ്ഞ ആകാശവും ഭയങ്കര രസമാണ് മൊത്തത്തിൽ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ യൂഷ്വലി നടന്ന് ഷിഫ്റ്റിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ ഡോണയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവിടെ സ്നാക്ക് റൂമിൽ നമുക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഐറ്റംസൊക്കെയാണ്, ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്ക് ടൈമിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഒന്നും നമുക്ക് വലിയ സീനില്ല. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് അടിക്കാനൊക്കെ ഉണ്ട്. ഉച്ച സമയമാണല്ലോ. എനിക്ക് ചെറിയ ഷിഫ്റ്റായിരുന്നു. അത് കഴിഞ്ഞതേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തോരനുണ്ട്, എരിശ്ശേരിയുണ്ട്, കാളനുണ്ട്, അതുപോലെ തന്നെ മെഴുക്ക് വരട്ടിയുണ്ട്, പയറും കായും കൂടെ, പിന്നെ രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചോറുണ്ട്, അത് ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് പായസം ഉണ്ടായിരുന്നു. ചേട്ടൻ അവിടെ എന്തൊക്കെയോ പണിയെടുക്കുമ്പോൾ ഞാൻ പായസം കുടിച്ചു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഷിഫ്റ്റിന് ഒരു കോള് വന്നു. ഒരു ചെറിയ ഷിഫ്റ്റാണ്, പക്ഷേ എനിക്ക് ലീവ് പറഞ്ഞപ്പോൾ എനിക്ക് പകരം ചെയ്യേണ്ട കൊച്ച് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്തതാണ്. അതിന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടോ. പള്ളിയിൽ പെസഹായുടെ കുർബാനയുണ്ട്. അവിടെ ചെന്നപ്പോൾ പള്ളിയുടെ മുറ്റത്ത് മറ്റേ കരിയാപ്പ്, വലിയ കരിയാപ്പ് കണ്ടപ്പം ഒരു ഹ്യൂമൻ ടെൻഡൻസി കൊണ്ട് ഞാൻ എടുത്തു പോയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 1-2 വീടുകളിൽ ഇതുപോലെ അപ്പം മുറിക്കാനുണ്ടായിരുന്നു. ഞാൻ ചേട്ടായുടെ കൂടെ പോയി. അപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എല്ലാവരും വീട്ടിൽ പോയി മുറിച്ചു. പിന്നെ അനുചേച്ചി വീട്ടിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ മുറിച്ചു. പെസഹായൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അപ്പോൾ നാട്ടിൽ എല്ലായിടത്തും പെസഹ ചെയ്ത് അപ്പം മുറിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇത്തവണ ഇവിടെ വന്നിട്ട് 5 വീടുകളിലാണ് മുറിക്കാൻ പറ്റിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ പെസഹ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയട്ടോ, കമൻറ്റ് ചെയ്യട്ടോ.